ഹലോ ഡിയേഴ്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് BA ഹിസ്റ്ററി സെമസ്റ്റർ 4 മിഡിവൽ സൊസൈറ്റീസ് എന്ന പേപ്പറിലെ അതിൻ്റെ ഏറ്റവും അവസാനം നൽകിയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ അതിലെ സെഷൻ എ 2 ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും 10 ക്വസ്റ്റ്യൻസ് അത് സെഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനെ ചെറിയ രീതിയിലൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എക്സാം ഓറിയൻറ്റഡായി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്നുള്ളത് അറിഞ്ഞിരിക്കലും അതിനനുസരിച്ച് അതിന് നൽകിയിട്ടുള്ള മാർക്ക് അനുസരിച്ച് എക്സാമിന് ആൻസർ ചെയ്യുക എന്നുള്ളതും നമ്മളൊരു എക്സാമിന് ഇരിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പോവൽ എക്സാമിനെ വളരെ എളുപ്പമാക്കാൻ കൂടെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ ഒരു എക്സ്പ്ലനേഷനോട് കൂടെയാണ്. അപ്പോൾ അതുപോലെ തന്നെ സെഷൻ എ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ സെഷൻ ബിയും സിയും ഒക്കെ നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ചാപ്റ്റർ കഴിയുന്നതിൻ്റെ അവസാനത്തിലും ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ടാകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നാണ് സാധാരണ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുള്ളത്. അത് നൽകിയ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ആവർത്തിച്ച് ചോദിക്കാറാണ് പതിവുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിട്ടും നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങൾ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹൂ മേഡ് ക്രിസ്ത്യാനിറ്റി ദ സ്റ്റേറ്റ് റിലീജിയൻ ഓഫ് റോം? ഈ റോമിൻ്റെ സ്റ്റേറ്റ് റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയായി മാറ്റിയത് ആരാണ് എന്നുള്ളതാണ്. അതിന് ആൻസറായിട്ട് വരുന്നത് തിയോഡേഷ്യസ് ഒന്നാമൻ. അദ്ദേഹം റോമൻ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നുള്ളത് 380 CE ആണ്. അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നത് എഡിക്റ്റ് ഓഫ് തെസലോണിക്ക എന്ന ഒരു പ്രഖ്യാപനം വഴിയാണ് ക്രിസ്ത്യാനിറ്റിയെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കി മാറ്റിയത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഹു റോട്ട് ഫ്യൂഡൽ സൊസൈറ്റി? ഫ്യൂഡൽ സൊസൈറ്റി എന്ന വളരെ പ്രസിദ്ധമായ ടെക്സ്റ്റ് എഴുതിയത് ആരാണ് എന്നുള്ളതാണ്. മാർക്ക് ബ്ലോക്ക്. മധ്യകാല യൂറോപ്പിലെ ഫ്യൂഡൽ സമ്പ്രദായത്തെക്കുറിച്ച് എഴുതിയ പ്രശസ്ത ഫ്രഞ്ച് ചരിത്രകാരനാണ് ആര്? മാർക്ക് ബ്ലോക്ക്. പ്രശസ്ത ഫ്രഞ്ച് ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ഫ്യൂഡൽ സൊസൈറ്റി എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കൃതികളൊക്കെ ഉണ്ട്. നമ്മൾ ആ പാഠഭാഗം നോക്കി പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് എംപയർ കണ്ടിന്യൂഡ് ദ ലെഗസി ഓഫ് റോം ഇൻ ദ ഈസ്റ്റ്? അതായത് കിഴക്കൻ ഭാഗത്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണ പാരമ്പര്യം നിലനിർത്തി തുടർന്നു വന്ന സാമ്രാജ്യം ഏതാണ് എന്നുള്ളതാണ് ബൈസൻ്റൈൻ എംപയർ. ഓക്കെ, വെസ്റ്റേൺ റോമിൻ്റെ പതനത്തിന് ശേഷം കിഴക്കൻ ഭാഗത്ത് റോമൻ ഭരണ പാരമ്പര്യം തുടർന്ന സാമ്രാജ്യമാണ് ബൈസൻ്റൈൻ സാമ്രാജ്യം എന്നുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ, 313 CE ആരാണ് എഡിക്റ്റ് ഓഫ് മിലാൻ നടപ്പിലാക്കിയത്? കോൺസ്റ്റൻറ്റൈൻ ദ ഗ്രേറ്റ്. ആരാണത്? കോൺസ്റ്റൻറ്റൈൻ ദ ഗ്രേറ്റ്. അതുപോലെ തന്നെ ലിഷിനസ്. 313 എഡിക്റ്റ് ഓഫ് മിലാൻ ക്രിസ്ത്യാനികൾക്ക് മത സ്വാതന്ത്ര്യം അനുവദിച്ചു. അതായത് ഈ ഒരു പ്രഖ്യാപനം വരുന്നത് ക്രിസ്ത്യാനികൾക്ക് റോമിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് യൂറോപ്പിൽ യാതൊരു തരത്തിലുള്ള മത സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടാത്ത ഭരണകൂടമായിരുന്നു. എന്നാൽ കോൺസ്റ്റൻറ്റൈൻ്റെ കാലം വരുന്ന സമയത്ത് ക്രിസ്ത്യാനികൾക്ക് എല്ലാ വിധത്തിലുള്ള മത സ്വാതന്ത്ര്യവും അനുവദിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമാണ് എഡിക്റ്റ് ഓഫ് മിലാൻ. 313 CE എഡിക്റ്റ് ഓഫ് മിലാൻ എന്നുള്ളത്. അപ്പോൾ കോൺസ്റ്റൻറ്റൈൻ ദ ഗ്രേറ്റ് അതുപോലെ തന്നെ ലിഷിനസ് അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ എഡിക്റ്റ് ഓഫ് മിലാൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് 132 CE ജൂയിഷ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ റോമൻ സാമ്രാജ്യത്തിനെതിരെയുള്ള യഹൂദ കലാപം നയിച്ചത് ആരാണ് എന്നുള്ളതാണ്. സൈമൺ ബാർ കോക്ബ. 132 മുതൽ 135 കാലഘട്ടത്തിലെ ബാർ കോക്ബ റിവോൾട്ട് റോമൻ ഭരണത്തിനെതിരായ പ്രധാന യഹൂദ കലാപമായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു, സൈമൺ ബാർ കോക്ബ അതുപോലെ തന്നെ ബാർ കോക്ബ റിവോൾട്ട്. അത് നടക്കുന്ന കാലഘട്ടം എന്നുള്ളത് 132 മുതൽ 135 വരെയുള്ള കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ അത് നടക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് സിവിൽ റിബല്യൻ ഇൻ ദ ഇസ്ലാമിക് എംപയർ?
ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ആദ്യ ഫിത്തിന അല്ലെങ്കിൽ ഫസ്റ്റ് സിവിൽ റിബല്യൻ എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ഫിത്തിന. ഫസ്റ്റ് ഫിത്തിന എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിവിൽ റിബല്യൻ, അതാണ് ഇപ്പോൾ ഈ ഉദ്ദേശിക്കുന്നത്. 1652 ഖലീഫ ഉസ്മാൻ്റെ വധത്തെ തുടർന്ന് 1652 ഖലീഫ ഉസ്മാൻ്റെ ഭരണത്തെ തുടർന്ന് ആരംഭിച്ച ആദ്യത്തെ മുസ്ലിം ആഭ്യന്തര സംഘർഷമാണ് ദ ഫസ്റ്റ് ഫിത്തിന അല്ലെങ്കിൽ ദ ഫസ്റ്റ് സിവിൽ റിബല്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ റാഷിദൂൻ കാലിഫേറ്റ്? റാഷിദൂൻ കാലിഫേറ്റിലെ അവസാനത്തെ റൂളർ ആരായിരുന്നു എന്നുള്ളതാണ്. അലി ഇബ്നു അബി ത്വാലിബ്. നാലാമത്തെ ഖലീഫയായ അലിയുടെ ഭരണത്തോടെ റാഷിദൂൻ ഖാലിഫേറ്റ് അവസാനിച്ചു. അപ്പോൾ ഈ അലി ഇബ്നു അബി ത്വാലിബ് നാലാമത്തെ ഖലീഫയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള 3 ഖലീഫമാർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ശേഷമാണ് റാഷിദൂൻ ഖാലിഫേറ്റ് ഉദയം കൊള്ളുന്നത്. അന്നത്തെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു അബൂബക്കർ. AD 632 മുതൽ 634 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം വന്നത് ഉമർ. AD 634 മുതൽ 644 വരെ. അദ്ദേഹത്തിൻ്റെ ശേഷം വന്നത് ഉസ്മാൻ. AD 644 മുതൽ AD 656 വരെ. ഏറ്റവും അവസാനം വന്ന നാലാമത്തെ അല്ലെങ്കിൽ റാഷിദുൻ ഖാലിഫേറ്റിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി എന്നുള്ളത് അലി. 656 മുതൽ 661 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെന്നുള്ളത് ഈ റാഷിദുൽ ഖാലിഫേറ്റിലെ ഫസ്റ്റ് ഭരണാധികാരി ആരാണ്, ഏറ്റവും അവസാന ഭരണാധികാരി ആരാണ് എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ഫിത്തിനയെക്കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ, ഉസ്മാൻ എന്നവരുടെ കാലത്താണ് എന്ത് നടക്കുന്നത്, ഫസ്റ്റ് ഫിത്തിന, ഫസ്റ്റ് സിവിൽ റിബല്യൻ നടക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, മാൻഡേറ്ററി ആയിട്ടുള്ള നിർബന്ധമായിട്ടും ഇസ്ലാമിക നിയമത്തിൽ നൽകേണ്ട ടാക്സ്, മുസ്ലിങ്ങൾ നൽകേണ്ട 2.5% സമ്പത്തിൽ നിന്നുള്ള ടാക്സ് അതെന്താണ് എന്നുള്ളതാണ്. അതാണ് സക്കാത്ത്. ഇസ്ലാമിലെ 5 അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നായ നിർബന്ധ ദാനമാണ് സക്കാത്ത്. സാധാരണയായി സമ്പത്തിൻ്റെ 2.5% നൽകുന്നു. ടോട്ടൽ വെൽത്തിൻ്റെ 2.5% ആണ് സക്കാത്തായിട്ട് പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് നിർബന്ധമായി നൽകേണ്ടത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന് പറഞ്ഞ 5 കാര്യങ്ങളുണ്ട്. അതൊരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഷഹാദത്ത്, വിശ്വാസ പ്രഖ്യാപനം. മറ്റൊന്ന് സലാത്ത്, നമസ്കാരം. സക്കാത്ത്, ദാനം. മറ്റൊന്ന് സൗം, നോമ്പ് അല്ലേ, റംസാൻ നോമ്പുകൾ. അതിനുശേഷം 5ാമതായി വരുന്നത് ഹജ്ജ്, മക്കയിലേക്കുള്ള തീർത്ഥാടനം. അപ്പോൾ ഇതാണ് 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ പല രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ് ബിക്കെയിം ഇൻഫ്ലുവൻഷ്യൽ ഡ്യൂറിങ് ദ സോങ് ഡൈനാസ്റ്റി? സോങ് ഡൈനാസ്റ്റിയുടെ കാലത്ത് വളരെയധികം സ്വാധീനിച്ച ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ്. അത് നിയോ കൺഫ്യൂഷ്യനിസം. നിയോ കൺഫ്യൂഷ്യനിസം. സോങ് കാലഘട്ടത്തിൽ കൺഫ്യൂഷ്യൻ ചിന്തകൾക്ക് പുതിയ രൂപം നൽകിയ തത്വ ചിന്ത പ്രസ്ഥാനമാണ് ഇത് നവ കൺഫ്യൂഷ്യനിസം അല്ലെങ്കിൽ നിയോ കൺഫ്യൂഷ്യനിസം എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് ഫസ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ ബൈ ട്രെയിനിങ് ക്ലെറിക്സ് എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം അല്ലേ, പുരോഹിതന്മാർ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസത്തെ, അതിൻ്റെ പരിശീലനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത എവിടെ വെച്ച്, ഹിസ് പാലസ് അറ്റ് ആഖ്യാനിലെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച്. ആരാണത് ചെയ്തത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു ട്രെയിനിങ് സെൻ്റർ ആയിരുന്നു ഇത്, ഈ ആഖ്യാനിലെ ഒരു സ്കൂൾ എന്നുള്ളത്, പാലസിലെ സ്കൂൾ എന്നുള്ളത്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്ത ഭരണാധികാരി ആരായിരുന്നു എന്നുള്ളതാണ്. ചാൾമെയിൻ ആണ്. അദ്ദേഹം ആഖ്യാനിലെ പാലസ് സ്കൂൾ വഴി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പാക്കി. ഇത് കരോലിഞ്ചിയൻ റിനൈസൻസിൻ്റെ ഭാഗമായിരുന്നു. അടുത്തൊരു ഭാഗം വരുന്നത് മറ്റൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് നൗൺ ആസ്
ക്ലാഡിയസ് ഗോത്തിക്കസ്. ആരാണ് ക്ലാഡിയസ് ഗോത്തിക്കസ് എന്നുള്ളത്? ക്ലാഡിയസ് സെക്കൻഡ് ഗോത്തിക്കസ്. ഓക്കെ, 268 മുതൽ 270 കാലത്ത് റോം ഭരിച്ച ഭരണാധികാരിയായിരുന്നു, ചക്രവർത്തിയായിരുന്നു ആര്? ക്ലാഡിയസ് സെക്കൻഡ് ഗോത്തിക്കസ് എന്നുള്ളത്. ഗോത്തുകൾക്കെതിരായ വിജയത്തെ തുടർന്ന് ഗോത്തിക്കസ് എന്ന പേര് ലഭിച്ചു അല്ലേ? ഗ്ലാഡിയസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഗോത്തിക്കസ് എന്ന പേര് ലഭിച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഗോത്തുകൾക്കെതിരായ ഒരു മഹായുദ്ധം അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പരാജയം, തകർച്ച, അത് ഏത് വർഷത്തിലാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. 476 CE. ജർമാനിക് നേതാവായ, ജർമാനിക് എന്നുള്ളത് ഒരു ഗോത്ര സമൂഹങ്ങളാണ്, അതിൻ്റെ നേതാവായ ഒഡേസർ അവസാന ചക്രവർത്തിയായ റോമുലസ് അഗസ്റ്റുലസ്, ഓക്കെ, റോമുലസ് അഗസ്റ്റുലസിനെ പുറത്താക്കിയതോടെ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ എല്ലാവിധ പ്രൗഢിയും ഭരണസ്വാധീനവും അവസാനിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് തോറ? തോറ എന്ന പദത്തിൻ്റെ വേർഡ് മീനിങ് എന്താ എന്നുള്ളതാണ്. ലോ, ടീച്ചിങ്, ഇൻസ്ട്രക്ഷൻ, നിയമം, ഉപദേശം എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് തോറ എന്നുള്ളത്. യഹൂദ മതത്തിലെ വിശുദ്ധ ഗ്രന്ഥമായ തോറ, ഓക്കെ, യഹൂദ മതത്തിലെ വിശുദ്ധ ഗ്രന്ഥമായ തോറ ദൈവിക നിയമങ്ങളെയും ഉപദേശങ്ങളെയും സൂചിപ്പിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് സെലിബ്രേറ്റഡ് ബൈ ജൂസ്? യഹൂദരുടെ പ്രകാശോത്സവം, അത് ഹനുക്ക. യഹൂദരുടെ 8 ദിവസത്തെ പ്രകാശോത്സവമാണ് ഹനുക്ക എന്നുള്ളത്. ഓക്കെ, വിച്ച് എംപറർ ഒഫീഷ്യലി മെയ്ഡ് ക്രിസ്ത്യാനിറ്റി ദ സ്റ്റേറ്റ് റിലീജിയൻ? ഈ ക്വസ്റ്റ്യൻ ഇവിടെയും ആവർത്തിച്ച് വന്നിട്ടുണ്ട്, തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തും അതുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെയും ആവർത്തിച്ച് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തിയോഡോസിയസ് ഫസ്റ്റ് 380 അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ റോമൻ എംപയറിൻ്റെ ഔദ്യോഗിക മതമാക്കി മാറ്റിയത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ഫസ്റ്റ് കാലിഫ് ആഫ്റ്റർ പ്രോഫറ്റ് മുഹമ്മദ്? മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ഖലീഫ ആരാണ് എന്നുള്ളതാണ്. കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റാഷിദുൻ കാലിഫേറ്റ്. അത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം വന്ന ഭരണാധികാരികളാണ് റാഷിദുൻ ഭരണാധികാരികൾ, 4 പേരെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആരാണ് എന്നുള്ളതാണ് അബൂബക്കർ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം 632 ആദ്യ ഖലീഫയായി. ഏറ്റവും അവസാന ഖലീഫയായിട്ടുണ്ടായിരുന്നത് അലി ഇബ്നു അബി താലിബാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റാഷിദുൻ കാലിഫേറ്റ് 4 പേരാണ്. അതിൻ്റെ ഫസ്റ്റ് പ്രഥമൻ അബൂബക്കർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് മേജർ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഡ്യൂറിങ് ദ സോങ് ഡൈനാസ്റ്റി റവല്യൂഷനൈസ്ഡ് ലിറ്ററസി ആൻഡ് പ്രിൻറ്റിങ്? സാക്ഷരതയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അച്ചടിയുമായി ബന്ധപ്പെട്ട് വിപ്ലവാത്മകമായ കണ്ടുപിടുത്തം സോങ് ഡൈനാസ്റ്റിയുടെ കാലത്ത് അതെന്തായിരുന്നു എന്നുള്ളതാണ്. ഇത് പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെ കണ്ടുപിടുത്തമായിരുന്നു. സോങ് ഭരണകാലത്ത് അച്ചടി സാങ്കേതികവിദ്യയുടെ വളർച്ച പുസ്തകങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നു, വിച്ച് യൂണിവേഴ്സിറ്റി വാസ് അസോസിയേറ്റഡ് വിത്ത് ദ കത്തീഡ്രൽ സ്കൂൾ ഓഫ് നോട്രെ ഡെയിം? യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ്. നോട്രെ ഡെയിം കത്തീഡ്രൽ സ്കൂൾ പിന്നീട് വികസിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് ആയി മാറി എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിൻ്റെ പ്രാഗ് രൂപം, പ്രഥമ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നെയിമാണ് കത്തീഡ്രൽ സ്കൂൾ ഓഫ് നോട്രെ ഡെയിം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റി സെർവഡ് ആസ് ദ ക്യാപിറ്റൽ ഓഫ് ദ യുവാൻ ഡൈനാസ്റ്റി? യുവാൻ ഡൈനാസ്റ്റിയുടെ തലസ്ഥാനമായിരുന്ന നഗരം ഏതായിരുന്നു എന്നുള്ളതാണ്. അത് ഖാൻ ബാലിക്. ഏതാണ്? ഖാൻ ബാലിക്. ഇന്നത്തെ ബീജിംഗ്. ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഖാൻ ബാലിക്. മംഗോൾ ഭരണാധികാരിയാണ് ആര്? കുബ്ലായ് ഖാൻ. കുബ്ലായ് ഖാൻ സ്ഥാപിച്ച യുവാൻ ഡൈനാസ്റ്റിയുടെ തലസ്ഥാനമായിരുന്നു ഏത്? ഖാൻ ബാലിക്, അതായത് ഇന്നത്തെ ബീജിംഗ് എന്നുള്ളത്. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഉമയ്യഡ് കാലിഫേറ്റ്? നമ്മൾ നേരത്തെ റാഷിദുൻ കാലിഫേറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം വന്ന ഈ അലി ഇബ്നു അബി താലിബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ശേഷം വന്ന ഒരു പുതിയ ഭരണകൂടമാണ്, അല്ലെങ്കിൽ റാഷിദുൻ ഭരണകൂടത്തിന് ശേഷം വന്ന ഒരു ഭരണകൂടമാണ് ഉമയ്യഡ് കാലിഫേറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ളതാണ് മുആവിയ ഇബ്നു അബി സുഫിയാൻ. മുആവിയ ഇബ്നു അബി സുഫിയാൻ 661 ഉമയ്യഡ് കാലിഫേറ്റ് ഡമസ്കസ് ആസ്ഥാനമാക്കി രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഇസ്ലാമിക് കാലിഫേറ്റുകൾ
5ഓളം കാലിഫേറ്റുകൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞു റാഷിദുൻ കാലിഫേറ്റ്, അതിനുശേഷം ഉമയ്യദ് കാലിഫേറ്റ്, അതിനുശേഷം അബ്ബാസിഡ് കാലിഫേറ്റ്, ഫാത്തിമിഡ്, ഓട്ടോമൻ സുൽത്താനേറ്റ്. ഇതാണ് പ്രധാനമായിട്ടും വരുന്ന ഇസ്ലാമിക് കാലിഫേറ്റ് സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭരണകൂടങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ റാഷിദുൻ കാലിഫേറ്റ് ചോദിച്ചു, ഉമയ്യദ് കാലിഫേറ്റ് ചോദിച്ചു, അബ്ബാസിഡ്സും ഫാത്തിമിഡ്സും ഓട്ടോമൻസൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതിൻ്റെയൊക്കെ സ്ഥാപകന്മാരാരാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ഭാഗമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.